ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നം, ഒരു രാത്രിയിൽ ഒരു ഷെൽട്ടർ വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീമിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായം എത്രയും വേഗം അവർ നിങ്ങൾക്ക് എത്തിക്കും. അതിപ്പോൾ എന്ത് വിഷയമായിക്കോട്ടെ, രാത്രിയിൽ ഒറ്റപ്പെട്ടു പോവുക, ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോവുക, താമസിക്കാൻ ഒരിടം കിട്ടാതിരിക്കുക, മെന്റലി നിങ്ങൾ കുറച്ച് ഡൗൺ ആവുന്നു, മെന്റലി ഒരു സപ്പോർട്ട് വേണം, അങ്ങനെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഈ ഒരു ടീമിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടുത്തെ പ്രവർത്തകരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഞങ്ങൾ ആലപ്പുഴ സ്നേഹിതയിലെ സ്റ്റാഫാണ്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്ക്. എല്ലാ ജില്ലയിലും സ്നേഹിതയുടെ സേവനങ്ങൾ ലഭ്യമാണ്. ജില്ലാടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പാലക്കാട് മാത്രം 2 സ്നേഹിതകളുണ്ട്. അട്ടപ്പാടിയിൽ ഒരു സ്പെഷ്യൽ സ്നേഹിതയുണ്ട്. നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് ആലപ്പുഴ വെള്ളക്കിണറിന് സമീപത്താണ്. നമ്മളിവിടെ 11 ജീവനക്കാരാണ്. നമ്മളൊരു 24/7 ഹെൽപ്പ് ഡെസ്ക് ആണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട്, അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് സേവനങ്ങൾ നൽകുന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് താൽക്കാലികമായിട്ട് സ്നേഹിതയിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടിട്ട് ഒരു സ്ത്രീക്ക് പെട്ടെന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഗാർഹിക പ്രശ്നങ്ങൾ, മറ്റ് സ്ത്രീകളും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹിതയെ ഏത് സമയത്ത് സമീപിക്കാം. നമുക്ക് ടെലി കൗൺസിലിംഗ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് ഒരാൾ വിളിക്കുകയാണ്. ഇപ്പോൾ ജില്ലയിൽ മുഴുവൻ പെട്ടെന്ന് നമുക്ക് സ്നേഹിതയുടെ സർവീസ് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ കമ്മ്യൂണിറ്റി കൗൺസിലിംഗ് എന്നൊരു സേവനമാണ് ഉപയോഗിക്കുന്നത്. അതായത് പഞ്ചായത്തുകൾ തോറും CDS തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹായ സംവിധാനമാണ് കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സ് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റി കൗൺസിലർക്ക് 3 CDSകളുടെ ചുമതലയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ ഒരു പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവർക്ക് സേവനം എത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിറ്റി കൗൺസിലറുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ പ്രാദേശികമായിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നതിനും ഈ കമ്മ്യൂണിറ്റി കൗൺസിലറിന്റെ സേവനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ പഞ്ചായത്ത് തലത്തിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഉള്ളൊരിടമുണ്ട്. അതാണ് GRCകൾ. അവിടെ GRCകൾ കേന്ദ്രീകരിച്ച് കുടുംബശ്രീ നിരവധി അവയർനെസ് ക്ലാസ്സുകളും നടത്തുന്നുണ്ട്. അതിന് സ്നേഹിതയും നേതൃത്വം നൽകി വരുന്നു. കുട്ടികളായിട്ട് ബന്ധപ്പെട്ടത്, ലഹരിക്കെതിരെ, അതുപോലെ തന്നെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളും നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ജെൻഡർ ക്ലബ്ബുകളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. കുട്ടികളിൽ ജെൻഡർ അവയർനെസ് വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജെൻഡർ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നത്.